ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്, ഒരു NGO ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന RSS. നമ്മുടെ ഇന്ത്യനെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി കഴിഞ്ഞു. ഇനി അടുത്തത് അമേരിക്കയാണ് RSSന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടൂലേ? ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഏതായാലും അമേരിക്ക ആന തോറുന്ന കണ്ട് RSS തോറാൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പം ഏതായാലും ഇന്ത്യയിലെ മൊത്തത്തിൽ നമ്മൾ ഏകദേശം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള എല്ലാ വിത്തും നമ്മൾ പാകി കൊടുത്തും അത് ഏകദേശം എന്താ പറയുക വെള്ളമൊഴിച്ച് തടയെടുത്ത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഗ്രോത്ത് അതിനുണ്ട്. ഇന്ത്യയിലെ യുവത്വത്തിന്, ഇന്ത്യയിലെ വാർദ്ധക്യത്തിനൊക്കെ പിടിച്ചിട്ടുള്ളൊരു ക്യാൻസർ തന്നെയാണ് ഈ RSSന്റെ ചിന്തകളും അവരുടെ പലതരത്തിലുള്ള എന്താ പറയുക പല കാര്യങ്ങളിലെ പല അജണ്ടകളും അങ്ങനെ നമുക്കറിയാം. അപ്പം ഇനി അമേരിക്കയിലോട്ട് വരെ എങ്ങനെ പോകുന്നു, എന്തിനാണ് അമേരിക്കനെ പിടിച്ചത് എന്നുള്ളതാണ് അടുത്ത വലിയൊരു ചോദ്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. നമ്മളിപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഈ ന്യൂസ് ഇങ്ങനെ പുറത്തോട്ട് വന്നത്. അതായത് അമേരിക്കയിൽ ഒരു ലോബിയിങ് ഏജൻസി ഉണ്ട്. അതായത് ഒരു ലോബിയിങ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം PR ഏജൻസി എന്നാണ് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ അവിടെയുള്ള എന്താ പറയുക ചില ഗ്രൂപ്പ് ഓഫ് ആളുകളെ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ സെനറ്റിൽ അല്ലെങ്കിൽ ആളുകളെ സെലക്ട് ചെയ്ത്, പാർലമെൻറ്റിലെ ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ വലിയ കമ്പനികൾ അല്ലെങ്കിൽ അവിടുത്തെ കുത്തക മുതലാളിമാരൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ ഇടയിൽ ഇപ്പം നമുക്ക് ഒരു കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മുടെ ഇപ്പം RSS എന്ന സംഘടന എടുത്തു. നിങ്ങൾ ഈ സംഘടന ഇൻഫ്ലുവൻസ്, ഇങ്ങനെ ഒരു സംഘടന, ഇത് വലുതാണ്, ഇതാണ് മറ്റേതാണ്, ആനയാണ്, കോടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു PR വർക്കാണ് ഈ പറഞ്ഞ ഈ ലോബിയിങ് കമ്പനികൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം RSS ഏകദേശം $3 ലക്ഷം പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ PR ചെയ്യുന്ന പരിപാടി, ലോബിയിങ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുള്ള കാരണം പലതാണ്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അതൊക്കെ പറയാം. ഇപ്പോൾ ഈ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഈ കമ്പനിയുടെ പേരാണ് സ്ക്വയർ പാറ്റേൺ ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോബിയിങ് കമ്പനിക്കാണ് ഈ എന്താ പറയുക അവരെയാണ് നിയമിച്ചിട്ടുള്ളത് ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം US സർക്കാരിൻ്റെ എന്താ പറയുക സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ RSSന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ സ്ഥാപനത്തിന് ഏകദേശം $3 ലക്ഷം, ഏകദേശം 2.75 കോടി രൂപ നൽകിയതായിട്ടാണ് റിപ്പോർട്ട്. ഒരു കാര്യം ചിന്തിക്കണം, RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത, അംഗത്വം കൊടുക്കാത്ത, എവിടെയും ഇന്ത്യയിലെ ഒരു നിയമത്തിൻ്റെ അണ്ടറിലും രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടനയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കില്ല ഇത്രയും വലിയൊരു എമൗണ്ട് ഇവരെങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കാണിക്കും എന്നുള്ളത് അതൊരു ചോദ്യമാണ്. നമ്മൾ അങ്ങോട്ട് വരാം. മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ നേതാക്കളുടെ US കോൺഗ്രസ് അംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ സെനറ്റ് അംഗങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ സംഘടിപ്പിക്കാം. അതായത് RSSന്റെ നേതാക്കൾ US ഈ പറഞ്ഞ കോൺഗ്രസ് അംഗങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സെനറ്റ് അംഗങ്ങളൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാക്കുക. പിന്നെ അവരെ ഇന്ത്യയിലോട്ട് ക്ഷണിച്ചിട്ട് നമ്മുടെ എന്താ പറയുക RSSന്റെ നാഗ്പൂരിലുള്ള ആസ്ഥാനത്തോട്ട് കൊണ്ടുവരിക, അവിടെ വിസിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടികളായിട്ട് അജണ്ടകളായിട്ട് വെച്ചിട്ടുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ RSS നിയമിച്ചിട്ടുള്ള ഈ സ്ക്വയർ എന്താ പറയുക പാറ്റേൺ ബുക്സ് ഉണ്ടല്ലോ, ഇവർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ലോബിയിങ് കമ്പനിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇവരെയാണ് നമ്മുടെ RSSും അങ്ങോട്ട് കയറി മുട്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ലോബിയിങ് ചെയ്യണം എന്ന് പറഞ്ഞത്. എല്ലാ പ്രാവശ്യവും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകര രാജ്യത്തിന് നമ്മൾ, അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് വരെ നിങ്ങൾ പാകിസ്ഥാനിലോട്ട് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ അതേ പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ ലോബിയിങ് പാർട്ട്ണറായിട്ടുള്ള ഇവരെ തന്നെയാണ് നമ്മുടെ RSSും ഈ ഒരു പരിപാടി ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും അതിനേക്കാൾ വലിയൊരു സത്യം. ഈ ദേശീയതയിലെ, ഈ കപട ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ഒരു സംഘടനയാണ് RSS നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ RSS സംഘടന ഈ പാകിസ്ഥാനുമായിട്ട് സൗഹൃദമെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ലോബിയിങ് കമ്പനി പാർട്ട്ണറുമായിട്ട് ഇത്ര നല്ല സ്വരച്ചേർച്ചയിൽ പോകുമ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഈ പാവപ്പെട്ട കുറേ സംഘിക്കുഞ്ഞുങ്ങൾ ഈ ജയ് വിളിച്ച് നടക്കുന്നവന്മാരുടെ ഒക്കെ അണ്ണാക്കിലേക്ക് അടിച്ച് കിട്ടുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയായിട്ടല്ലേ നമുക്കത് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നി അറിയില്ല. അതവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയും കാര്യം രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടന അല്ലേ. ഈ സംഘടനയുടെ ഒരു നികുതി ബാധ്യതകളൊന്നും അവർക്കില്ല. പിന്നെ എന്താ പറയുക ഈ സ്ഥാപനം എങ്ങനെയാണ് ഇത്രയും വലിയൊരു പൈസ, ഇത്രയും വലിയൊരു എമൗണ്ട് ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ലോബിയിങ്ങിന് കൊടുക്കുന്നത് എന്ന് പലരും ഇപ്പം പല ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും RSSന് പ്രത്യേകിച്ച് മറുപടി കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. പിന്നെ ഈ ലോബിയിങ്ങിൻ്റെ ഇവരുടെ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കമ്പനിയുടെ ലോബിയിങ്ങിൻ്റെ ക്ലയൻറ്റിൻ്റെ സ്ഥാനത്ത് RSS എന്ന് തന്നെ രാഷ്ട്രീയ സ്വയം സേവകന്
വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ചോദ്യം ചെയ്തത് ഇതിൻ്റെയൊക്കെ പേരിലാണ്. പക്ഷേ RSSകാർ ഇതുവരെ സമ്മതിച്ചു തന്നിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പം തൊട്ടതിനും പിടിച്ചതിനും NIAയും ED ഒക്കെ വരുന്ന ഒരു സമയമാണ് നമുക്കല്ലേ. ആദായ നികുതി വകുപ്പും ഒക്കെ ഇപ്പം നമ്മുടെ എമ്പുരാൻ്റെ പേരിൽ പൃഥ്വിരാജിൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എന്താ പറയുക ഗോകുലം ഗോപാലൻ്റെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ആളുകളാണെന്ന് പറയാം. അപ്പം ഇത്രയും വലിയൊരു എമൗണ്ട്, അതായത് $3 ലക്ഷം ഇന്ത്യയിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്തത്, അതല്ലെങ്കിൽ അത് ഇന്ത്യൻ മണി എങ്കിൽ അങ്ങോട്ട് എത്തിച്ചതാണോ, എങ്ങനെ US നിന്നാണോ ട്രാൻസ്ഫർ ചെയ്തത്, ഇതിൻ്റെ നികുതി എവിടെ, ഇത് ഏത് പേരിൽ ഏത് കമ്പനിയുടെ പേരിലാണ് ഇവർക്ക് കാശ് കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാഷണൽ ഏജൻസീസ് ഒന്നും ഇതിൻ്റെ പിന്നാലെ പോകുന്നില്ല എന്നും ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ക്ലയൻറ്റിൻ്റെ സ്ഥാനത്ത് RSS എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഒരു നാഷണൽ ഏജൻസീസും ഇതിൻ്റെ പിന്നാലെ പോകാനും ചോദ്യം ചെയ്യാനും പോകുന്നില്ല. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ RSSന്റെ ദേശീയ പ്രചാരക പ്രമുഖനായിട്ടുള്ള സുനിൽ അംബേദ്കർ ഇല്ലേ, അതെ സുനിൽ അംബേദ്കർ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളറിയില്ല, ഈ RSSന്റെ പേരെങ്ങനെ വന്നതെന്ന് ചോദിച്ചതിനുള്ള മറുപടി ഒന്നുമില്ലെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതല്ല എന്ന് പുള്ളിയുടെ എക്സ് പോസ്റ്റിൽ വന്നിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഈ നിഷേധിച്ചാലും ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ ആരും പോകില്ല എന്നുള്ള ധൈര്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ ഇത് അതിൻ്റെ വഴിക്ക് നടക്കും എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഇതിൻ്റെ മെച്ചം എന്നുള്ളത് നമുക്ക് ആലോചിക്കണം അല്ലേ. എന്തുകൊണ്ടാണ് RSS ഇപ്പോൾ ഈ പരിപാടി, ഈ ഒരു ലോബി നടത്തുന്നത് എന്തിനാന്നുള്ളത് പല ആളുകളും പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്കും കൂടെ തോന്നിയ കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളും നമുക്ക് തോന്നിയ കാര്യങ്ങളും കൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് പല രീതിയിലും ഈ ഹിന്ദുരാഷ്ട്രമാക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് RSS. അക്കൂട്ടത്തിൽ പല വിധത്തിൽ മുസ്ലിങ്ങളെയും ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും പല രീതിയിൽ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പോൾ അടുത്തായിട്ട് ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള പാസ്റ്റർമാർക്കെതിരെയുള്ള ക്രിസ്ത്യൻ പള്ളികൾക്കൊക്കെ എതിരെയുള്ള ഭയങ്കരമായിട്ടുള്ള അതായത് ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നല്ലപോലെ ഉണ്ട്. മുസ്ലിങ്ങൾക്ക് അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതെടുക്കുക, ഇവിടെ മുസ്ലിങ്ങളെ നമ്മളിപ്പോൾ എടുക്കണ്ട, ഇവിടെ ക്രിസ്ത്യാനികൾ എടുക്കുക. കാരണം അമേരിക്കൻ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ളൊരു രാഷ്ട്രമായതുകൊണ്ട്, ഒരു ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന രാജ്യമായതുകൊണ്ടും നമ്മളിപ്പോൾ ക്രിസ്ത്യൻ എന്താ പറയുക മൈനോറിറ്റി ഇന്ത്യയിലുള്ളവരെടുക്കാം. അപ്പോൾ ഇവർക്കെതിരെയുള്ള ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഈ ബജരംഗതകളും ഈ രാമസേനയും ഈ എന്താ പറയുക ഹനുമാൻ സേന, കുരങ്ങ സേന, വാനര സേന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വാർത്തയല്ല. ഇതിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഒതുങ്ങുന്നുണ്ട്. ഇതിനെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന മറ്റൊരു രാജ്യം അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഇതിനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് RSS അല്ലെങ്കിൽ ഈ പറഞ്ഞ RSS സംഘടനയിൽ അടങ്ങിയിരിക്കുന്ന BJP, അതുപോലെ തന്നെ സംഘപരിവാർ, ബജ്രംഗദളൊക്കെ എന്നുള്ളത് എല്ലാവർക്കും വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അടുത്ത അമേരിക്കയിൽ ഹിന്ദു ഗോ ഔട്ട് എന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഹിന്ദുക്കൾ അവിടെ പോയി കാണിക്കുന്നത്, ഹിന്ദുക്കൾ ഞാൻ പറയുന്നില്ല, ഈ തീവ്ര അജണ്ട വെച്ചിട്ട് വലതുപക്ഷ അജണ്ടകൾ വെച്ചിട്ട് സംഘികൾ അവിടെ പോയി കാണിച്ചിരിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നുമില്ല, ഈ രാഷ്ട്രീയ സ്വയം സേവകയിലെ RSSന്റെ മറ്റേ കുറുവടി ഏന്തിയിട്ടുള്ള യാത്ര നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണാറില്ലേ. അതായത് ദുർഗന്ധവാഹിനികളോ അങ്ങനെയൊക്കെ ഒന്നുമില്ലേ, ദുർഗന്ധവാഹനമൊക്കെ മറ്റേ വള്ളി ട്രൗസറോട്ട് പോകണം നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇത് അമേരിക്കയിൽ പണ്ടേ കിട്ടും. അമേരിക്കയിൽ ഈ ഒരു സംഘടന ഇത് പണ്ടേ യൂസ് ചെയ്യുന്ന ഒരു 5 വർഷം മുമ്പത്തെ ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് ഞങ്ങൾക്ക് ഇവിടെ വെച്ചുതരാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇത് പണ്ടേ അവിടെ നടക്കുന്നുണ്ട്. ഇതിനെതിരെ പണ്ടേ അമേരിക്കയിൽ ഈ അവിടുത്തെ ആളുകൾ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ച് തരാം നിങ്ങൾക്ക്. അപ്പം അവിടെ ഈ പറഞ്ഞ എന്താ പറയുക ഹിന്ദു ഗോ ബാക്ക് എന്നുള്ളൊക്കെ ഒരു ഇത് പഠിത്ത് ഭയങ്കരമായിട്ട് വന്നു, അല്ലെങ്കിൽ ഇന്ത്യൻസിനെ തന്നെ വേണ്ട എന്നുള്ള അവസ്ഥയിലൂടെ, അത് മുസ്ലിങ്ങളെ കൊണ്ടല്ല, ഈ പറഞ്ഞ സംഘികളെ കൊണ്ടുള്ള
കൊള്ളരുതായ്മ കൊണ്ടാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവിടുത്തെ അവരുടെ കൾച്ചറിൽ ജീവിക്കുന്ന, അവരുടെ ഒരു ക്രിസ്ത്യൻ കൾച്ചറിൽ ജീവിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ ജയശ്രീരാം വിളിക്കാനും അവിടെ പോയിട്ട് ഗണപതിനെ വെള്ളത്തിൽ മുക്കാനും ഈ പറഞ്ഞ എല്ലാ, അത് നമ്മുടെ ഇവിടെ ഈ സിവിക് സെൻസ് ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന സകല അന്ധവിശ്വാസ പ്രവൃത്തികളും അമേരിക്കയിൽ പോയിട്ട് ഇവർ ഡ്യൂപ്ലിക്കേറ്റും റിപ്ലിക്കേറ്റും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ സ്വൈര ജീവിതം, അവരുടെ കൾച്ചറിലോട്ടുള്ള കടന്നുകയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പിനെ വളരെയധികം അവിടെയുള്ള ആളുകളും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളും വെറുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രൊട്ടസ്റ്റ് നമ്മൾ കാനഡയിൽ കണ്ടു, നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ടു, നമ്മൾ അയർലാൻഡിൽ കണ്ടു, കുറേ സ്ഥലങ്ങൾ അത് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലോട്ട് ഈ കുറേ കാര്യങ്ങൾ വന്നപ്പം എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് മതിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയത്താണ് ഈ പറഞ്ഞ RSS നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് ഇവരറിയുന്നതും ഇത് ഇവരുടെയൊക്കെ സെനറ്റിലോ അവരുടെ പാർലമെൻറ്റിലൊക്കെ ഇത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആൾക്കാർക്ക്. സത്യമായിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ മുഖം രക്ഷിക്കണം എന്നുള്ളത് RSSൻ്റെ വലിയൊരു ഒരു അജണ്ടയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഇപ്പം നമ്മുടെ ഇന്ത്യ എന്നും പറഞ്ഞ് ഇവന്മാർ ഭാരത് എന്നും പറഞ്ഞ് പൊക്കി നടന്നാലും വലിയൊരു ഗ്രൂപ്പ് ഈ പറഞ്ഞ US ഗൾഫ് രാജ്യങ്ങളിലും ഈ പറഞ്ഞ RSS അതെ ഈ പറഞ്ഞ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പണിയെടുത്ത് സുഖമായിട്ട് ജീവിക്കുന്ന ആളുകൾ. അപ്പം ഇവരുടെ പേര് അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം തീവ്രവാദം മാത്രം ഫോക്കസ് ചെയ്യണം എന്നുള്ള അമേരിക്കയിലും ബാക്കിയുള്ളവരുടെ താല്പര്യങ്ങളൊക്കെ മാറിയിട്ട് ഇത്തരത്തിലുള്ള ഹിന്ദു തീവ്രവാദികളെയും അവർ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറി ഇപ്പം ഒരു ലോക പോലീസാണ് അമേരിക്ക അല്ലേ, ലോക പോലീസാണ് അമേരിക്ക. അപ്പം ഈ RSSൻ്റെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഹിന്ദു രാജ്യമാക്കണം, ഇവിടെ നിന്നുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെയും ചോട്ടി പുറത്താക്കണം എന്നുള്ളതാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ അതിന് സപ്പോർട്ട് വേണമെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ കാണാത്തൊരു അദൃശ്യ സപ്പോർട്ടുകൾ അമേരിക്കൻ ലോബിയുടെ സൈഡിൽ നിന്നൊക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എങ്ങനെയാണ് ഇസ്രായേൽ അവിടെ രാജ്യം ഭരിക്കുന്നത്, എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെയും ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് കൺട്രികൾക്ക് എതിരെ ഇസ്രായേൽ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അമേരിക്കയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇന്ത്യ ഭരിക്കുന്ന BJP RSSൻ്റെ പോഷക സംഘടന ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ത്യ ഭരിക്കുന്ന ഒരു തരത്തിൽ RSS തന്നെയാണ് ഇപ്പം. അപ്പോൾ RSSൻ്റെ അജണ്ട കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ അതങ്ങ് സ്പ്രെഡ് ചെയ്യണം. അത് വെച്ചിട്ട് അവർക്ക് മറ്റ് സ്ഥലങ്ങളിലോട്ട് വ്യാപിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കയുടെ സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അക്കൂട്ടത്തിൽ ഇവന്മാർ അവിടെ കൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ അമേരിക്ക ഓൾറെഡി കണ്ണുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ RSSനെ വരെ അമേരിക്ക ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവും എന്ന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എന്തോ സംഭവമാണെന്ന് കാണിക്കണമെങ്കിൽ ഒരു ലോബിങ്ങിൻ്റെ കാര്യം അത്യാവശ്യമാണ്. അതിന് അമേരിക്കയിലുള്ള ഈ സെനറ്റിലെയും അമേരിക്കൻ കോൺഗ്രസ്സിലൊക്കെ ഉള്ള ആൾക്കാരെ പിടിച്ചിട്ട് RSS സംഭവമാണ് ഇതൊക്കെ ഇങ്ങനെ ഒതി കൊടുക്കണം, അല്ലെങ്കിൽ RSSനെ പറ്റി കൂടുതലില്ലാത്ത കാര്യങ്ങൾ അവിടെ കൊണ്ട് തള്ളിക്കൊടുക്കണം എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു ലോബിയിങ് പാർട്ടിൻ്റെ, അത് പാകിസ്ഥാൻ്റെ അത്രയും ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ലോബിയിങ് ഫേമിനെ തന്നെ ഇവർ ഏൽപ്പിച്ചത്. അതിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത പാവം സംഘിക്കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതറിയുന്ന കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ജയറാം രമേശ് ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മറ്റേ പാകിസ്ഥാൻ തീവ്രവാദവും പാകിസ്ഥാൻ ഇത് മുസ്ലിങ്ങൾക്കെതിരെ എത്ര സംസാരിച്ചാലും അതേ അവരുടെ ഒഫീഷ്യൽ പാർട്ണർ ആയിട്ടുള്ള ഒരു കമ്പനിയെ തന്നെ വെച്ചിട്ട് വേണം നമ്മുടെ RSSന് ഹിന്ദു രാജ്യം അല്ലെങ്കിൽ RSS ലോബിയും അമേരിക്കയിൽ കൊണ്ട് കാണിക്കാനും. അപ്പം ഇതിനെതിരെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഇനി വേറൊരു വീഡിയോ നിങ്ങൾക്ക് വെച്ചുതരാം. ഇത് 2021 സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഒരു പീറ്റർ ഫ്രെഡറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അയാൾ അതിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലെ US ഇടക്കാല അംബാസിഡർമാരായ അതുൽ കേശബ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ തലവനായ മോഹൻ ഭഗതുമായി നടത്തിയ കൂടിക്കാഴ്ചനെ അപലപിച്ചുകൊണ്ടാണ് ഇയാൾ ഈ ഒരു വീഡിയോ ഇട്ടത്. ഈ വീഡിയോയിൽ അയാൾ പറയുന്നത് ഫാസിസ്റ്റ് തീവ്രവാദപരമായിട്ടുള്ള സംഘടനയാണ് ഈ പറഞ്ഞ RSS എന്നാണ് ആൾ പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ ഇപ്പോൾ അവസ്ഥയിലോട്ടാണ്, ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. അപ്പം ഇത്തരത്തിലൊരാളുമായിട്ട് എന്തിനാണ് US അംബാസിഡർ ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് അതൊരു ചോദ്യം ചെയ്തത്. അതിൽ പിന്നെ പുള്ളി പറയുന്ന കുറച്ച് പ്രത്യേകപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു തീവ്രവാദ സംഘടനയാണ്, അതായത് മിലിറ്റന്റ് റിലീജിയസ് ഔട്ട്ഫിറ്റ് ആണ് RSS. അവരുമായിട്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു കൂടിക്കാഴ്ചക്ക് തയ്യാറാകുന്നത്? മാത്രമല്ല പിന്നെ എന്താ പറയുക, പരമാധികാരവും അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധവുമായ അജണ്ടകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് RSS. അപ്പോൾ അവരുമായിട്ട് എന്തിനാണ് നിങ്ങൾ കൂടിക്കാഴ്ചക്ക് പോകുന്നത്? അല്ലെങ്കിൽ അമേരിക്കൻ സെനറ്റിലുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഈ RSSൻ്റെ നേതാക്കളെ കാണിക്കുന്നതിനുള്ള പിന്നിലെ ചേതോ വികാരം എന്താണെന്ന് പുള്ളി ചോദിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തോട്ട് വന്നത് ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രിസം എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ട്, ഇന്ത്യൻ അമേരിക്കൻ മാഗസിനാണ് പ്രിസമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പീറ്റേഴ്സൺ പറഞ്ഞത് കുറേ മുമ്പത്തെ കാര്യമാണെങ്കിലും ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത് പ്രിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിനാണ്. അപ്പം അവരാണ് ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് അല്ലെങ്കിൽ ആ വിട്ട് ഇതിൻ്റെ എതിരെയാണ് ഇപ്പം മറ്റേ സുനിൽ അംബേദ്കറിനെ പോലത്തെ സ്വയം സേവക് പ്രചാരക സംഘ തലവൻ ഇപ്പം അങ്ങനൊന്നും ഇല്ല എന്നും കൂടെ പറഞ്ഞത്. അപ്പം ഓൾറെഡി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമില്ല.
വർഷങ്ങളായിട്ട് അമേരിക്കയിൽ ഈ പറഞ്ഞ RSSന്റെ ആളുകൾ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഒരു വലിയൊരു പ്രൊട്ടസ്റ്റും അവിടെ ഉണ്ട്. നമ്മൾ പുറത്തോട്ട് വല്ലാണ്ട് കണ്ടില്ല, പക്ഷെ ഇപ്പം അത് പുറത്തോട്ട് ഇങ്ങനെ വല്ലാണ്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഈ RSS അല്ലെങ്കിൽ ഹിന്ദുയിസത്തിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ്. ഈ ഹനുമാന്റെ അവിടുത്തെ മറ്റേ ഇത് പൊളിക്കാൻ പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു അല്ലേ, ഹനുമാന്റെ മറ്റേ പ്രതിമ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വന്നിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇതിനെതിരെ ഇപ്പം അല്ലെങ്കിൽ ഹിന്ദുയിസം അവിടെ കൊണ്ട് കാണിക്കുന്ന കൾച്ചറൽ എന്താ പറയുക ഒരു ഡീവിയേഷൻസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ കൾച്ചറിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഹിന്ദു കൾച്ചർ കുത്തിക്കയറ്റാനുള്ള ഒരു പരിപാടി കാണിക്കുന്നത് അത് അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ ഉണ്ട്. അപ്പം ഒരു ഹിന്ദു രാഷ്ട്രം ഇന്ത്യയിൽ സൃഷ്ടിക്കണമെങ്കിലും ഒരു ഹിന്ദു രാഷ്ട്രം അമേരിക്കയിലോട്ട് സ്പ്രെഡ് ചെയ്യണമെങ്കിലും അമേരിക്കൻ ആളുകളുടെയും അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു ലോബിയിങ് ഇല്ലാണ്ട് നടക്കില്ല എന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുകളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് സ്ട്രോങ് ആയിട്ട് പുറത്തോട്ട് വരികയാണെങ്കിൽ സകല ഹിന്ദുക്കളെയും അമേരിക്കയിൽ നിന്ന് അവർ ചവിട്ടി പുറത്താക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം. കാരണം ഇവന്മാർ അവിടെ കൊണ്ട് കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ അത്രയാണ്. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഒരു കൂട്ടം എന്താ പറയുക ക്രിസ്ത്യാനികളെ നിർബന്ധമായിട്ട് ഹിന്ദുവിലോട്ട് മതം മാറ്റി അവരുടെ പള്ളി എടുത്ത് അമ്പലാക്കിയ ഒരു വാർത്ത ഞാൻ കണ്ടു. കോമഡിയാണ്. നമ്മുടെ ക്രിസംഗികൾക്ക് ഇതൊന്നും ഏൽക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അതിൻ്റെ താഴത്ത് വന്ന്. ക്രിസംഗികൾക്ക് ഏൽക്കൂല മക്കളെ. സംഘി ക്രിസംഗി മറ്റേ എക്സ് മുസ്ലിം HL മുസ്ലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആസനം വേണമെങ്കിലും ഇവന്മാർ നക്കും. ഇവന്മാർക്ക് മതമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയോ മുസ്ലിമിസോ അല്ലെങ്കിൽ എത്തിസോ ഒന്നും കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ല ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിൽക്കും, നാളെ മറ്റോടത്തും പോയി നക്കും. അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരാരും ഇതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല. ഇതിനെ നല്ലവരായിട്ടുള്ള കുറച്ച് വിശ്വാസികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുവെച്ചോ. ഇനി തിരിഞ്ഞ് ക്രിസംഖ്യാവാൻ നിൽക്കൊന്നും വേണ്ട, കണ്ടുവെച്ചോ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവന്മാരവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെതിരെ അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ അമേരിക്കക്കാരെന്തെങ്കിലും പറയുന്നു പേടിച്ചിട്ടുള്ള ഒരു മെയിൻ അജണ്ടയും കൂടെ ഈ ലോബിയിങ്ങിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ വരുമായിരിക്കും. അപ്പം നമുക്കറിയാം എന്താണ് ഇതിൻ്റെ മറ്റ് എന്താ പറയുക ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത്.